ദാവീദിൻ്റെ ഉന്നതമായ നാമത്തിന് ശരീരത്തിൽ കർത്താവ് ചൂട് കൂടുന്നതിന് മൂലകാരണങ്ങളുണ്ടാകുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളെ മുഴുവനായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ തിരുമുറിവാടുന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം. അങ്ങനെ ശരീരം മൊത്തത്തിൽ ചൂടാകുന്ന വ്യക്തികൾ, മൊത്തത്തിൽ രക്തം ചൂടാകുന്ന വ്യക്തികൾ, കോശങ്ങൾ ചൂടാകുന്ന വ്യക്തികൾ, ആകപ്പാട് ചൂട് കൊണ്ട് ഉറക്കമില്ലാത്ത വ്യക്തികൾ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, മറ്റു രോഗങ്ങളിലെല്ലാം ആധിക്യമുള്ളവർ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്ത ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്നു. പരിശ്രമിച്ചിട്ടും പേർത്തും കർത്താവെ അങ്ങനെ അവരുടെ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ, അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ ഉദ്യമങ്ങൾ, ഓരോ പരീക്ഷകൾ, ഓരോ ഇൻ്റർവ്യൂകൾ അവരെ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും, അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതിയെ പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, അതുതന്നെ പാർപ്പിടം, അതിൻ്റെ കേടുപാടുകൾ, അതുമൂലം ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ, വീടുള്ളതും ഇല്ലാത്തതും ഒരുപോലെ ആകുന്ന രീതിയിലുള്ള ചോർച്ചകൾ, അതിന് റിപ്പയർ ചെയ്യാൻ മാർഗമില്ലാത്തവർ, അതിന് ചെയ്യാതെ കഴിഞ്ഞാൽ ഭാഗോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ ആർക്കും തറവാടിനോട് താല്പര്യമില്ലാത്തവൻ്റെ പേരിൽ ആരും കാശ് മുടക്കാതെ ഇട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തറവാടുകൾ, അത് താമസിക്കുന്നതിന് വരുന്ന മക്കൾ, അവരുടെ മാനസിക അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, മാനസികമായിട്ട് ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, സാമ്പത്തികമായി ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, പരസ്പര ബന്ധവും സ്നേഹവും ഇല്ലാതെ എവിടെയെങ്കിലും പോയാൽ മതി, വിറ്റ് ചുട്ട് കളഞ്ഞാൽ മതി, ഇന്ന് വിറ്റ് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പഴിചാരി ഭാരപ്പെടുന്ന വ്യക്തികളുടെ ജീവിതം കർത്താവിൻ്റെ കുരിശ് ഞാൻ ആ ഭവനത്തിൻ്റെ ബാധക നാട്ടുന്നു. പൈശാചികമായ സ്വാധീനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് മാതാവിൻ്റെ മധ്യ ശിശുനാമത്തിൽ കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻസ് എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ കാലങ്ങളിലേക്ക് നമ്മൾ പുതിയ പരീക്ഷകളെല്ലാം പാസ്സായി പുതിയ ജീവിത മേഖലകളിലേക്ക് ഏത് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ പാടില്ലാതെ, എന്ത് തിരഞ്ഞെടുത്താൽ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നടക്കുന്നൊരു കാലമാണിത്. അവർക്കെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദിശാബോധം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാതിരിക്കാനും വേണ്ടി പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാത്രകളെ പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ, യാത്രയ്ക്ക് പോകുന്നവരെ, യാത്രയ്ക്ക് വേണ്ടി അനുതാരം ഒരുക്കുന്നവർ, യാത്രയ്ക്ക് വേണ്ടിയുള്ള രേഖകൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ള യാത്രയിലായിരിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു.